ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. പണിക്കർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം വളരെ മൈൽഡായ രീതിയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. അയ്യോ, അപ്പൊ അപ്പുവിന്റെ കാര്യം വി പിയോട് പറയേണ്ടി വരില്ലേ? അതൊക്കെ അറിയുമ്പോ വി പി എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം മകളുടെ കാര്യം പറയാതെ കേസിന്റെ കാര്യം മാത്രം പറയുക. അത് മിസ്റ്റർ നന്ദകുമാർ വിചാരിച്ചാൽ ദോഷമില്ലാത്ത രീതിയിലൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റില്ലേ? ഞാനും അതേക്കുറിച്ച് തന്നെയാണ് ഡോക്ടറെ ആലോചിക്കുന്നത്. അപ്പുവിൻ്റെ കാര്യം മറച്ചു വെച്ച് കേസിനെ കുറിച്ചൊരു ധാരണ പണിക്കർ സാറിന് ഇപ്പോഴേ കൊടുക്കുന്നതാവും നല്ലതെന്ന് എനിക്കും തോന്നുന്നു. ദെൻ ഗോ ഹെഡ്. കുറേശ്ശെങ്കിലും കാര്യങ്ങളുടെ ഗൗരവം പേഷ്യൻ്റ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മാഡം വരൂ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എത്തിക്കോളാം. ഓക്കെ ഓക്കെ. വി പി, ഇത് അഡ്വക്കേറ്റ് നന്ദൻ. നന്ദനെ വി പിക്ക് ഓർമ്മയില്ലേ? അന്ന് വന്ന് ഓർമ്മയുണ്ട്. അന്ന് വന്ന് ഇപ്പൊ വരാൻ സാറേ എന്ന് പറഞ്ഞ് ആ വഴിക്കൊക്കെ പോയ വക്കീലല്ലേ? സോറി സാർ, അന്ന് ഓഫീസിൽ നിന്ന് അത്യാവശ്യമായിട്ടൊരു കോള് വന്നതുകൊണ്ടാ പറയാതെ പോകേണ്ടി വന്ന്. ഏയ് സാരമില്ല, ഒരു വക്കീലിന്റെ തിരക്കൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇരിക്കൂ. മിസ്റ്റർ നന്ദൻ എന്താ ഇപ്പൊ വന്നത്? ഞാനൊന്ന് പറഞ്ഞില്ലേ വി പിയുടെ പേരിലൊരു കേസുള്ള കാര്യം. കേസോ? എന്റെ പേരിലോ? എപ്പോ പറഞ്ഞു? നന്ദൻ വന്നതിന്റെ അന്ന് വി പി ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ വി പിയുടെ പേരിലൊരു കേസുണ്ടെന്ന്. ഒരു കേസിന്റെ പേരിലാണ് മിസ്റ്റർ നന്ദൻ വന്നതെന്ന് പറഞ്ഞല്ലാതെ എന്റെ പേരിലാണെന്ന് വക്കീൽ പറഞ്ഞിരുന്നു. ഓക്കെ, അത് പോട്ടെ. എന്താണിപ്പോ എന്റെ പേരിലുള്ള കേസ്? സാറ് ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി. ഞാനോ? നോ, അതിനൊരിക്കലും ഒരു ചാൻസും ഇല്ല. സത്യമാണ് വി പി. അന്ന് വി പി അറിഞ്ഞോ അറിയാതെയോ ഒരബദ്ധം വി പിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. ബുക്ക് സ്റ്റാളിലെ സെയിൽസ് ഗേള് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. എന്തുകൊണ്ടോ നിങ്ങൾ തമ്മിലൊരു തർക്കമായി. അപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പണിക്കർ സാറിന് അവരോട് മോശമായിട്ട് പെരുമാറേണ്ടി വന്നു. പക്ഷേ അത് നമ്മൾ ആരും ഉദ്ദേശിക്കാത്ത രീതിയിലേക്കാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തത്. ആ പെൺകുട്ടി ഇങ്ങനെ ഒരാൾ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, പരസ്യമായി മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസിൽ പരാതി നൽകി. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ചില ആക്ടിവിസ്റ്റുകൾ അത് ഏറ്റെടുത്ത് വലിയ ഇഷ്യൂ ആക്കി. അങ്ങനെ കേസ് കോടതിയിലെത്തി. പണിക്കർ സാറിന് വേണ്ടി ഞാനായിരുന്നു കോർട്ടിൽ അപ്പിയർ ചെയ്തത്. വുമൺ അബ്യൂസിന്റെ പേരിലായിരുന്നു കേസ് ചാർജ് ചെയ്തത്. സാർ എല്ലാ രീതിയിലും ആ കേസിൽ കുടുങ്ങുന്ന അവസ്ഥ എത്തിയപ്പോൾ സാറ് മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണെന്ന രീതിയിൽ എനിക്ക് കോടതിയിൽ വാദിക്കേണ്ടി വന്നു. മാഡവുമായിട്ട് ആലോചിച്ച് അങ്ങനെ ഒരു സാക്ഷ്യപത്രം കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സാറിനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കയക്കണമെന്ന വിധി പുറപ്പെടുവിച്ചു. മിസ്റ്റർ നന്ദകുമാർ, നിങ്ങൾ എൻ്റെ കാര്യം തന്നെയാണോ ഈ പറയുന്നത്? നോ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വി പി, ഈ അവസ്ഥയിൽ വി പിയോട് നുണ പറഞ്ഞ് ബലിപ്പിക്കേണ്ട കാര്യം എനിക്കോ വക്കീലിനോ ഇല്ലല്ലോ. ഇതൊക്കെയാ നടന്നത്. വി പിക്ക് അത് ഓർമ്മയില്ലാഞ്ഞിട്ടാ. എന്ത് പറഞ്ഞാലും ഇപ്പൊ അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ. എനിക്ക് മറവി രോഗമായതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? വി പി പ്ലീസ്, ശോഭിക്കാതെ. നന്ദൻ പറഞ്ഞൊന്ന് കേക്ക്. വാസ്തവം എന്താന്ന് മനസ്സിലാക്ക്. ഇവിടെ വരുന്നതിന് മുമ്പ് സാറ് ഡോക്ടർ ജയദേവന്റെ മനസ്സ് എന്ന് പറയുന്ന മെന്റൽ ഹെൽത്ത് കെയർ യൂണിറ്റിലെ പേഷ്യൻ്റ് ആയിരുന്നു. അതിൻ്റെ റെക്കോർഡ്സ് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. വി പി, അത് വി പിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. കേസ് ജയിക്കാൻ വേണ്ടി വക്കീലെടുത്തൊരു സ്റ്റാറ്റിക്സ് ആയിരുന്നു. അവിടെ വെച്ചാണ് സാറ് കാല് വഴുതി വീണതും ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടതും. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പണിക്കർ സാറിന് ആ മെൻ്റൽ ക്ലിനിക്കിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും. അപ്പൊ അതാണ് ഡോക്ടർ ചോദിച്ചത്. ഇവിടുന്ന് ഡിസ്ചാർജ് ആയ വീട്ടിലെങ്ങനെ പോകുന്നു അല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഗീത.
സാർ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. സാറിനോട് ഇപ്പോൾ ഇത് തുറന്നു പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ സാറിന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും. നമുക്ക് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഡോക്ടറുമായിട്ട് ആലോചിച്ച് ഇവിടുത്തെ ഡിസ്ചാർജ് നീട്ടിക്കൊണ്ടു പോവുക. അതിനുള്ളിൽ കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് നമുക്ക് അനുകൂലമായി സമ്പാദിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടുന്ന് ഡിസ്ചാർജായി നമ്മൾ മനസ്സെന്ന് പറഞ്ഞ ആ മെൻ്റൽ ക്ലിനിക്കിലേക്ക് പോയി അവിടെ നിന്നുകൊണ്ട് കോടതിയിൽ ഫൈറ്റ് ചെയ്യുക. ഇതിലേതാണ് സാറിന് താല്പര്യമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. സാർ മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ല. നടന്ന എന്താണെന്ന് എനിക്കൊരു ഓർമ്മയില്ലല്ലോ. നിങ്ങളൊക്കെ പറയുന്നതല്ലേ എനിക്കിപ്പോൾ വിശ്വസിക്കേണ്ടി വരുന്നത്. വക്കീലിന്റെ യുക്തിയിൽ ഏതാ നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. കാരണം എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ. സാർ, ഈ അവസ്ഥയിൽ സാറിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇമോഷണൽ ആവുന്നതിന് പകരം വിവേകപരമായി ചിന്തിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സാറിനോട് നേരിട്ട് വന്ന് ഞാൻ കാര്യങ്ങൾ വിശദമാക്കിയത്. യെസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വക്കീലിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോളൂ. ഓക്കെ സാർ, ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കാം. മാഡം, ഞാൻ വിളിക്കാം. ശരി. വിപി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നന്ദേട്ടൻ കേസിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തായിരുന്നു അയാളുടെ റിയാക്ഷൻ? ആള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ താനൊരു മെന്റൽ പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം അംഗീകരിക്കാൻ പണിക്കർ സാറ് മനസ്സുകൊണ്ട് തയ്യാറില്ലെന്ന് തോന്നുന്നു. അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സാറിനെ അങ്ങോട്ട് തന്നെ കൊണ്ടുവേണ്ടി വരുമോ നന്ദേട്ട? അതൊക്കെ ഇനി കോടതി വിധി പോലെ ഇരിക്കും. എന്തായാലും ഡോക്ടറുടെ ശുപാർശയും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഗൃഹപരിചരണത്തിന് ഉത്തരവിടാനും മതി. അങ്ങനെയായാ മതിയായിരുന്നു. മനസ്സിലേക്ക് പോയ അവിടുത്തെ അന്തരീക്ഷത്തിൽ പണിക്കർ സാറിന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നാലോ? അങ്ങനെയാണെങ്കിൽ അത് അപ്പുവിന്റെ കാര്യം കൂടുതൽ വഷളാക്കിയല്ലേ ഉള്ളൂ. അതിര, നീ എന്തോന്നും വേണ്ടത്? ഞാനെന്ത് മിണ്ടാനാ? നിങ്ങൾ പറയുന്ന കേട്ടോണ്ടിരിക്കല്ലേ. ഇവളുടെ സങ്കടം മുഴുവൻ അപ്പുവിനെ ഓർത്തിട്ടാ. സർജറി അടുത്ത് വരികയാണെന്ന് പറഞ്ഞ് ആകെ ടെൻഷനായിരിക്കുക. അത് പിന്നെ അവൾക്ക് ടെൻഷൻ കാണാതിരിക്കൂ? അതെ, നീ വിഷമിക്കൊന്നും വേണ്ട. ഉത്തരവാദിത്തപ്പെട്ടവരെ തന്നെയാണ് അപ്പുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡോക്ടർ സ്റ്റെല്ലയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിനെനിക്ക് പരാതിയോ പരിഭവോ ഒന്നുമില്ല. നീ വിഷമിക്കണ്ട മോളെ. ഏതായാലും അപ്പു ഡോക്ടറെ കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ. അതിനിടയിൽ ഞാൻ അപ്പുവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. എനിക്ക് വേണ്ടി ചേട്ടൻ റെക്കമെൻഡ് ചെയ്യണ്ട. അപ്പുവിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ. അപ്പുവിന് താല്പര്യമൊക്കെ ഉണ്ടാവും. അത് തുടക്കത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് നിന്നോട് ചെല്ലണ്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നീ അവിടെ ചെന്നെന്ന് വെച്ച് അപ്പു നിന്നെ എവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അത് തന്നെയാണ് ഞാനും മനസ്സിൽ കണ്ടേക്കുന്നത്. അപ്പു വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ആദ്യം 1-2 ദിവസമൊക്കെ വേണ്ടെന്ന് പറയുമായിരിക്കും. അത് കഴിഞ്ഞ് അപ്പുവിനും അതാ നല്ലതെന്ന് മനസ്സിലായിക്കോളും. ഏതായാലും നീ ഇതുവരെ ക്ഷമിച്ചില്ലേ? ഇനി കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാനെന്തായാലും അപ്പുവിനൊന്ന് കാണട്ടെ. എന്നിട്ട് ഭാവി പരിപാടികൾ എങ്ങനെ വേണമെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാം. ആദ്യം കോടതിയുടെ തീരുമാനം എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞാലേ പണിക്കർ സാറിൻ്റെ കാര്യത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായി ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് മാഡമായി എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. മനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്ന പണിക്കർ സാർ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാറായിട്ടില്ല. അങ്ങനെ ഉണ്ടാവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ വേണ്ടി വന്നാലും അപ്പുവിന്റെ കാര്യം ഓർത്ത് ഗീതാന്റിയോട് വിഷമിക്കരുതെന്ന് പറയണം.
അപ്പൊ നീ ഇടിച്ചു കയറി അങ്ങ് ചെല്ലാൻ തന്നെ തീരുമാനിച്ചോ? അല്ലാതെ വേറെ വഴിയില്ല ചേച്ചി. അപ്പുവിന് ഇപ്പോഴും അതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലായിട്ടില്ല. ചേട്ടൻ എന്തായാലും അപ്പുവിനെ കണ്ട് സംസാരിക്കും. അപ്പു സമ്മതിച്ചാലും ഇല്ലെങ്കിലും സർജറിയിലെന്ന് ഞാൻ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇനി അതിന്റെ പേരില് അപ്പു എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ വിട്ടോട്ടെ, എന്നാലും ഞാൻ പോവും. അല്ല, മതിയാക്കിയോ? മതി. പാവം നന്ദേട്ടൻ അപ്പുവിനെ കണ്ട് അവളുടെ അവസ്ഥ കാര്യമായിട്ടൊന്ന് പറയണേ. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, അപ്പുവിന്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ആതിരയുടെ അവസ്ഥ അറിയുമ്പോൾ അപ്പോൾ സമ്മതിക്കുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നീ നന്നായി പ്രാർത്ഥിച്ചില്ലേ ജോബിൻ? ഇപ്പൊ നിന്റെ മനസ്സ് ഏറെക്കുറെ ശാന്തമായി കാണുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. അതൊരു യെസ് ഓർ നോ ചോദ്യമല്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഞാനൊരു സമാധാനത്തിനു വേണ്ടി അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. എത്ര നാളായി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട്, അല്ലേ? നിന്റെ കല്യാണത്തിന് അന്ന് രാവിലെയാ നമ്മൾ ഒരുമിച്ചൊരു പ്രയറിൽ പങ്കെടുത്തത്, ശരിയല്ലേ? അന്നും ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇതുപോലെ കുറച്ചുനേരം വളരെ സീരിയസ് ആയി സംസാരിച്ചിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് പുതുതായി വരുന്ന ഒരംഗത്തെപ്പറ്റി, അവളോടൊത്ത് നീ തുടങ്ങാൻ പോകുന്ന ജീവിതത്തെപ്പറ്റി, അതിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട മര്യാദകളെപ്പറ്റി, രീതികളെപ്പറ്റിയൊക്കെ, അല്ലേ? തന്നോളമായാൽ തന്റെ മക്കളെയും താനെന്നേ വിളിക്കാവൂന്ന് ഒരു ചൊല്ലുണ്ട്. ലിറ്ററലി അങ്ങനെ താനെന്ന് വിളിച്ചില്ലെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വലിന് തരുന്ന എല്ലാ സ്വാതന്ത്ര്യവും പരിഗണനയും വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് നിന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും, അല്ലേ ജോബിൻ? അങ്ങനെ ഞാൻ ഒരിക്കലും മമ്മിയോട് പരാതിപ്പെട്ടിട്ടില്ലല്ലോ. ശരിയാ, അതിനുള്ള ഒരു അവസരം നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടില്ല, സമ്മതിക്കുന്നു. പക്ഷെ ഈയിടെയായി നിന്റെ ലൈഫിൽ നീ വളരെ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഒക്കെ കാണുമ്പോ ഒരമ്മ എന്ന നിലയ്ക്ക് അതിലിടപെടാതിരിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാന്ന് വെച്ചത്. അതിൽ നിനക്ക് എന്നോട് ദേഷ്യമോ നീരസമോ ഒന്നും തോന്നരുത്. എന്തിനാ മമ്മി ഇത്രയും ഫോർമാലിറ്റീസ്? എന്നോട് സംസാരിക്കാൻ ഇങ്ങനൊരു ഇൻട്രോയുടെ ആവശ്യമുണ്ടോ? ഞാൻ ഫോർമൽ ആയതല്ലടാ. ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമാണ്, അതിലാരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് നിന്നെ കൊണ്ട് പറയിക്കരുതല്ലോ. അതിനുവേണ്ടി മുൻകൂറായി ഒരു ജാമ്യം എടുത്തന്നേ ഉള്ളൂ. എന്തായാലും മമ്മിയോട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അതുകൊണ്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ മമ്മി ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്കറിയേണ്ടത് രണ്ട് കാര്യങ്ങളാ. മാളുവായിട്ട് എന്താ നിന്റെ പ്രശ്നമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എനിക്കത് അറിയണമെന്നുമില്ല. പക്ഷേ നീ അത് ഉടനെ എങ്ങാനും പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. അടുത്തത് നിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യമാ. എവിടെ എങ്ങനെ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഇഷ്ടമാ, സ്വാതന്ത്ര്യമാ. എന്നാലും ഇപ്പൊ നിനക്ക് ഈ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി നീ ഒരുപാട് ആഗ്രഹിച്ചതാണെന്ന് എനിക്കറിയാം. അതെന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിക്കുന്നുവെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല ജോബിൻ. നിന്റെ ആ തീരുമാനത്തിന് പിന്നിൽ ഞാനൊരു കാരണക്കാരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോവും എന്നുള്ളതുകൊണ്ടാണ് നീ മാളുവിനെ ഒപ്പം കൂട്ടാത്തത് എന്നാണ് എനിക്കറിയേണ്ടത്. അതോ മാളുവിനെ ഇവിടെ തനിച്ചാക്കി പോയാൽ ശരിയാവില്ല എന്നതാണോ കാരണം? രണ്ടിലേതായാലും അതിനൊരു സെൻസിബിളായ ഉത്തരവാണ് എനിക്ക് വേണ്ടത്. എന്റെ ഈ ചോദ്യങ്ങൾക്ക് നീ ഇപ്പൊ ധൃതിയിൽ ഉത്തരം തരണമെന്നില്ല. നന്നായി ആലോചിച്ചു പറഞ്ഞാ മതി. പക്ഷെ പറഞ്ഞല്ലോ, എന്റെ ഈ സംശയങ്ങൾക്ക് നീ തരുന്ന ഉത്തരം അത് നമ്മുടെ രണ്ടുപേരുടെയും യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം. വാ പോകാം.
അളിയ നീ ഇറങ്ങിയില്ലേ? ഞാനിവിടെ നിൽക്കുക. ആ ശരി. ജോബിൻ ഒന്ന് നിർത്തിക്കേ. എന്താ മമ്മി? അന്നൊരു പെൺകുട്ടിയോടൊപ്പം വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞില്ലേ? എടാ, അന്ന് മാളുവിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് ബ്രദറിന്റെ എൻഗേജ്മെന്റ് ക്ഷണിച്ചു ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനൊരു ഫ്രണ്ട് തനിക്കില്ലാന്ന് മാളു പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ആ യെസ് യെസ്. അന്ന് ആ പെങ്കൊച്ചിന്റെ ഒപ്പം വീട്ടിൽ വന്ന ആ പയ്യന് ആ ബൈക്കിലിരുന്ന് ഫോണിൽ സംസാരിക്കുന്നെന്ന് തോന്നുന്നു. തോന്നലല്ല, അത് അയാൾ തന്നെയാ. എന്താ അവന്റെ പേര് പറഞ്ഞത്? ആ, പ്രമോദ്. ആൾ അത് തന്നെയാണെന്ന് മമ്മിക്ക് ഉറപ്പാണല്ലോ അല്ലേ? ആ, അത് തന്നെയാ. മമ്മി ഇവിടെ ഇരിക്കുക, ഞാൻ ആ പ്രമോദിനെ ഒന്ന് കണ്ടിട്ട് വരാം. ജോബിൻ, നീ വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട. ഇല്ലെന്നേ, പ്രമോദും സിസ്റ്ററും എന്തിനാ വീട്ടിൽ വന്നോന്ന് അറിയണമല്ലോ. എന്റെ പൊന്നളിയ, ചെന്ന് അറിയാതെ പോലും തലവെച്ച് കൊടുക്കല്ലേ. കത്തിന്ന് വെച്ച ഭൂലോക ബ്ലേഡ് പടം. ഞാൻ പിന്നെ 2 ബിയറിന്റെ പച്ചയിലായതുകൊണ്ട് സഹിച്ചിരുന്നതാ. പിന്നെ വേറെയും ചില എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു കൂട്ടിക്കോ. മച്ചാൻ അങ്ങനെ വല്ല സൈഡ് പരിപാടി ഉണ്ടെങ്കിൽ പോവാന്നല്ലാതെ പടം കാണാനായിട്ട് ചെന്ന് കയറി കൊടുക്കരുത്. ലോക തോൽവിയാ ബ്രോ. ഹലോ. യെസ്, എന്താ? മിസ്റ്റർ പ്രമോദ് അല്ലേ? സോറി, ഞാൻ പ്രമോദല്ല. നിങ്ങൾക്ക് ആളും അറിയതാ? അല്ല, നിങ്ങൾ പ്രമോദ് തന്നെയാ, പ്രിയങ്കയുടെ ബ്രദർ, ശരിയല്ലേ? ആ ബ്രോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. പ്രമോദ് എന്താ ഇവിടെ? എൻഗേജ്മെന്റ് ഒക്കെ അടിപൊളിയാക്കിയില്ലേ? സോറി, സ്ഥലത്തില്ലായിരുന്നോണ്ട് അന്ന് വരാൻ പറ്റിയില്ല കേട്ടോ. മമ്മി തനിച്ചായതുകൊണ്ട് മമ്മിക്കും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് മാളുവിനോട് ഞങ്ങളോട് ഒന്ന് പിണങ്ങരുതെന്ന് സിസ്റ്ററിനോട് പ്രത്യേകം പറയണം കേട്ടോ. സോറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ സാറേ? സാറ് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോ അല്ലയോ എന്ന് അറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ. സാറിന് ഇതാരാണെന്നറിയോ? മമ്മി, ആള് തന്നെയല്ലേ? അതെ, എനിക്കുറപ്പാ ഇത് അന്ന് വന്ന ആള് തന്നെയാ. എന്താടോ, തനിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇങ്ങനൊരു ഫ്രണ്ട് തനിക്കില്ലെന്ന് മാളു പറഞ്ഞല്ലോ. പിന്നെന്തിനാ താൻ ആ പെൺകുട്ടിയും കൂട്ടി വീട്ടിൽ വന്നത്? മമ്മി തൽക്കാലം കാറിലിരിക്കുക. ഞാൻ ഇയാളോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിക്കട്ടെ. അപ്പൊ എങ്ങനെയാ പ്രമോദ് സാറേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് തുടങ്ങല്ലേ? നീ പ്രമോദ് അല്ലെന്നും അരുൺ ഭാസ്കറിന്റെ ഫ്രണ്ടാണെന്നും എനിക്ക് നന്നായി അറിയാം. നിന്നെ ഞാൻ അവനൊപ്പം കണ്ടിട്ടുമുണ്ട്. ഇനി പറ, അന്ന് എന്തിനായിരുന്നു അങ്ങനെ ഒരു ഫാൻസി ഡ്രസ്സ്? അത് അവൻ പറഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. വാട്ട് വാസ് ദ പേർപ്പസ്? പ്രമോദ് സാറ് അത് മാത്രം പറഞ്ഞാൽ മതി. അത് പിന്നെ ബ്രോ, ഒരു അബദ്ധം പറ്റിയതാ. നാറ്റിക്കരുത്. ഇനി ആവർത്തിക്കില്ല. പ്ലീസ്, ഞാൻ പൊയ്ക്കോട്ടെ. വരട്ടെ. മര്യാദയ്ക്ക് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അതിന് നീ തയ്യാറായില്ലെങ്കിൽ ഈ സീനിന്റെ നെക്സ്റ്റ് കട്ട് പോലീസ് സ്റ്റേഷനിലായിരിക്കും. അത് നമ്മൾ 2 കൂട്ടർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നീ സത്യം പറഞ്ഞ നിനക്ക് ഈ സീനിൽ നിന്ന് സ്കൂട്ടാവാം. എന്ത് വേണമെന്ന് ഇനി നിനക്ക് തീരുമാനിക്കാം. പ്ലീസ്, ചതിക്കരുത്. ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്താ തന്റെ പേര്? സാംകുട്ടി. അപ്പൊ സാംകുട്ടി, നടന്നതൊക്കെ നല്ല മണി പോലെ ഇങ്ങി പറഞ്ഞാട്ടെ. അത് പിന്നെ ഡോക്ടറെ, ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. മാളവികയും ഡോക്ടറും ടൂർ കഴിഞ്ഞ് സ്ഥലത്തെത്തിയോന്ന് അറിയാൻ വേണ്ടി അരുൺ പറഞ്ഞിട്ടാ ഞങ്ങളന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ വന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ അരുൺ ഭാസ്കർ തന്നെ ആയിരുന്നല്ലേ? ആരായിരുന്നു ആ സീനിൽ സാംകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ സഹനടി? അത് പിന്നെ റീന വിൻസെന്റ് ആയിരുന്നു. മാളവികയ്ക്കും ഡോക്ടർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങള് അങ്ങനൊരു കള്ളപ്പേര് സെറ്റ് ചെയ്ത് വന്നത്. ഞങ്ങൾ തിരിച്ചു വന്നു എന്നറിഞ്ഞിട്ട് എന്തായിരുന്നു തന്റെ ഫ്രണ്ടിന്റെ ഉദ്ദേശം?